ഈ മൗനത്തിന് ഭാവിയിൽ എത്രമാത്രം നമ്മൾ വില കൊടുക്കേണ്ടി വരുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാന പ്രശ്നം. എൻ്റെ ഈ പുസ്തകം കൊണ്ട് ഏറ്റവും കൂടുതൽ ഇപ്പോൾ പ്രചാരം കിട്ടിയ ഒരാൾ കേരളത്തിൻ്റെ ഇന്നത്തെ മുഖ്യമന്ത്രിയാണ്. പക്ഷെ അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയമായി പോവും ഗവർണർ പറയാൻ പാടില്ലെങ്കിലും ഏറ്റവും കൂടുതൽ he misled the people on this particular emergency period. Unfortunately, I like him, our chief minister. People have given him a mandate. But on 17th, I think it was an election speech. Later also, continuing, I would like to say that from my book, actually, there was I don't know what happened actually. In my 2017 Madhurabhumi published book, Irtinte Nilavizhikal, there was 7 political leaders' views of Kerala and Central also. I added it, those speeches or those articles or their interviews in my book. That book's third edition also, T. Padmanabhan sir 2 days back released from Kannur. 2 ദിവസം 4-5 ദിവസം മുമ്പ് ടി പത്മനാഭൻ അദ്ദേഹം പോലും ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്നത്, എന്നെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളാണ്, ഏറ്റവും കൂടുതൽ എഴുത്തിൻ്റെ മേലെ ബ്ലസ് ചെയ്ത ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു 2 സാറ് പറഞ്ഞ പുസ്തകം കഥാസമാഹാരം എൻ്റെ റിലീസ് ചെയ്തപ്പോൾ അത് ആർക്കും ഇതുവരെ എഴുതി കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു കഥയെ പറ്റി അവനാൻ വേണേൽ എഴുതണം, മറ്റൊരാൾ എഴുതിയിട്ടല്ല വളരേണ്ടതെന്നുള്ള പത്മനാഭൻ സാറിൻ്റെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിയുള്ളൂ. പക്ഷെ അദ്ദേഹം ഞാൻ ആവശ്യപ്പെടാതെ എനിക്ക് എഴുതി തന്നു. ഫാൻറ്റസി കഥകൾ നഷ്ടമാകുന്ന കേരളത്തിൽ എൻ്റെ അപവാദമാണ്, എൻ്റെ മനസ്സിനെ പോലും തരളിനാക്കുന്നതാണ് ഈ കഥകൾ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അതിൽ കൂടുതൽ അംഗീകാരം എന്താ കിട്ടേണ്ടതായിട്ടുള്ളത്. ആ പത്മനാഭൻ സാർ പോലും മിനിങ്ങാന്ന് പറഞ്ഞത് അത് ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, അത് പറഞ്ഞ ഭാഗികമായി ശരിയാണ്. ഈ അടിയന്തരാവസ്ഥ നടന്നതിനെ സംബന്ധിച്ച് കേരളത്തിൽ ആരെതിരെതിരായി പ്രതികരിച്ചു? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് ചാനലുകാരെല്ലാം ഒപ്പിയെടുത്ത് 1 മണിക്കൂർ ലൈവായിട്ട് കൊടുത്തു. അത് പറയാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. ഇവിടെ ഈ പുസ്തകം ഒരുപക്ഷെ ഇതിൻ്റെ നായരുടെ അതൊരു നല്ല പബ്ലിഷ് മേഖലയിൽ ഒരു കുലപതിയാണ്. അദ്ദേഹത്തിൻ്റെ സാമർത്ഥ്യം അതല്ല. റീഡിഫിൽ 10 പേജ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ അദ്ദേഹം ട്രൗസർ ഒരു അണ്ടർവെയർ മാത്രം ഇട്ട് നിൽക്കുന്ന, അത് ഫോട്ടോ എല്ലാം തോന്നില്ലേ, ഫോട്ടോ അല്ല, ഫോട്ടോകാലം എടുത്തിട്ടാണെന്ന് കാര്യം. അപ്പോൾ റീഡിഫിലൂടെ വന്നപ്പോൾ ലോകം മുഴുവൻ എത്തി. എൻ്റെ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറിയായി മാറിയത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്ന് അദ്ദേഹം ഉൾപ്പെടെ സമ്മതിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. അത് ആ പുസ്തകം എഴുതുവാനോട് ജസ്റ്റിസ് ഷുഡ് ബി ഡൺ. അതിൽ ആ പുസ്തകം ഇന്നലെ മാതൃഭൂമി പുതിയ എഡിഷനൊക്കെ കുറെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിലും അദ്ദേഹം പറഞ്ഞ 2 ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ്. അധ്യക്ഷൻ, ഇത് നിങ്ങൾ പഠിപ്പിക്കുന്നില്ലേ, ഇതിനെ നിങ്ങൾ മറന്നോ എന്ന് ചോദിക്കുമ്പോൾ മോഹൻജി നമ്മുടെ എല്ലാം മനസ്സിലേക്കാണ് തറച്ചത്. ഇതൊക്കെ മറക്കുന്നവരാണ്. മറവി മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയായാൽ നമ്മുടെ പുതിയ തലമുറ എങ്ങോട്ട് പോകുമെന്ന ചോദ്യമാണ് എനിക്കിവിടെ പറയാനായിട്ടുള്ളത്. റീഡിഫിൽ വന്ന 10 പേജുകൾ വായിച്ചപ്പം ഒരു വലിയ ശ്രീധരൻപിള്ളയുടെ പുസ്തകം വേണ്ടി വന്നു. പിണറായി വിജയൻ്റെ അക്കാലത്തെ ജയിലിൽ കിടന്നപ്പോൾ അനുഭവത്തെപ്പറ്റി എഴുതാൻ വരുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഞാൻ ആ പുസ്തകം എഴുതുമ്പോൾ തന്നെ ചിന്തിച്ചു. ഒന്നാമത്തെ ആ പുസ്തകത്തിലുള്ളത്, ആ പുസ്തകത്തിൽ ഒന്നാമതായി കൊടുത്ത അനുബന്ധം അദ്ദേഹത്തിൻ്റെ നിയമസഭയിലെ പ്രസംഗമാണ്. 1977 മാർച്ച് 24 ഭരണമാറ്റമുണ്ടായി മൊറാർജി ദേശ് അധികാരമേറ്റത്. 30-ാം തീയതി നിയമസഭയിലേക്ക് വന്നത് തെരഞ്ഞെടുക്കപ്പെട്ട MLA, ചെറുപ്പക്കാരനായ MLA. ആ MLA ഫ്രാക്ചറോടുകൂടിയാണ് കൊണ്ടിട്ടത്.
പക്ഷെ റെക്കോർഡുകളെല്ലാം ഇൻടാക്ട്, ജയിൽ ഇൻടാക്ട്, ഒരു പരിക്കുമില്ല എന്നാണ് അദ്ദേഹം അതിനെ പറ്റി എഴുതിയിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്. ആ പ്രസംഗിച്ച അദ്ദേഹം എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ അഭിപ്രായങ്ങളല്ല, അത് എടുത്തു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം പറഞ്ഞ മറുപടി പറയാൻ ഞാൻ ഉപയോഗിക്കുന്നത്, കാരണം ഗവർണർ സ്ഥാനം ഉള്ളതുകൊണ്ട്, ആ തൊപ്പി ഉള്ളതുകൊണ്ട് എനിക്കത് മറുപടിയായിട്ട് ഞാൻ പറയുന്നില്ല, അതൊന്നും ഗവർണർമാർ പറയേണ്ടതല്ല. പക്ഷേ സത്യം ക്രൂരമായി വളച്ചൊടിക്കപ്പെട്ടാൽ, കുഴിച്ചു മൂടിയാൽ നിശബ്ദനായിരിക്കാനും സാധിക്കില്ല. എൻ്റെ ചോദ്യം ഇതാണ്: കണ്ണൂർ ജില്ലയിൽ ഏറ്റവും ശക്തമായ അടിത്തറയുള്ള, എന്തിനും തയ്യാറുള്ള, എണ്ണയിട്ട് യന്ത്രം പോലെ പ്രവർത്തിക്കുന്നവരുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരാളെ കൊണ്ടുപോയി പിടിച്ചു കൊണ്ടുപോയി അണ്ടർവെയർ മാത്രം നിർത്തി അടിച്ച് ഫ്രാക്ചർ ഏൽപ്പിച്ചപ്പോൾ, ഫ്രാക്ചറുമായി അവിടെ കൊണ്ട് തള്ളുകയായിരുന്നു. ആ തള്ളുമ്പോൾ അതിനെതിരെ എന്തേ ഒരു പ്രതിഷേധ പ്രകടനം പോലും നടത്താൻ ഒരാൾ പോലും മുന്നോട്ട് വന്നില്ല എന്ന ചോദ്യം ഉത്തരം തേടുകയാണ്. ഭയം. ഭയകൗടല്യങ്ങൾ ഒരു തലമുറയെ പറ്റി രാമകൃഷ്ണ അദ്ദേഹത്തിൻ്റെ നമ്മുടെ സ്വദേശാഭിമാനിയുടെ വാക്കുകളെ ഞാൻ നിർത്തുകയാണ്. ഇനി രണ്ടാമത്തെ കാര്യം എൻ്റെ പുസ്തകത്തിൽ എഴുതിയതാണ്, ഡോക്യുമെൻ്റ് അനുസരിച്ച് ഞാൻ എഴുതിയിട്ടുള്ളത്, അതിലേക്ക് ഞാൻ വരാതിന് മുമ്പ്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഇതിലുള്ളതാണ്, പശ്ചാത്താപം ഒട്ടുമേയില്ല കെ കരുണാകരൻ. ഇത് മാതൃഭൂമിയുടെ അനുമതിയോടുകൂടി അവരെ നടത്തിയ ഇന്റർവ്യൂ ഞാൻ എടുത്തു. ഇതൊന്നും ഇപ്പോഴല്ല, ഗവർണറായ ശേഷമല്ല, 2017 കാര്യമാണ്. പശ്ചാത്താപം ഒട്ടുമേയില്ല. അതിന് അദ്ദേഹം പറഞ്ഞ കാരണം എന്താണെന്നറിയാമോ? തെരഞ്ഞെടുപ്പിൽ 20 പാർലമെന്റുകളിലും ഞങ്ങൾക്ക് ജയിക്കാൻ സാധിച്ചു, 117 നിയമസഭാ സീറ്റുകൾ നേടാനായി. ഇത് അടിയന്തരാവസ്ഥ ജനങ്ങൾ അംഗീകരിച്ചു കേരളത്തിൽ നിന്നുള്ളതാണ്. ഈസ് ഇറ്റ് സോ? ഞാൻ നമ്മളോട് മലയാളികളോടാണ്, അല്ല സാക്ഷരതയുള്ള മലയാളികളോടാണ് ചോദിക്കുന്നത്. അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ എത്ര പേർക്കറിയാം വിനീതമായ മുന്നറിയിപ്പ് AK ആന്റണി? ഞാൻ പ്രണമിക്കുന്നു. ഗോഹട്ടിയിൽ ഇന്ദിരാഗാന്ധി ഇരിക്കുന്ന വേദിയിൽ ഇത് അപകടമാണ്, ഇതിങ്ങനെ ചെയ്യരുത്, തെരഞ്ഞെടുപ്പ് നീട്ടരുത്, അടിയന്തരാവസ്ഥയിലെ ഈ കാര്യങ്ങളാണ് തെറ്റെന്ന് പറഞ്ഞത്. ചെറിയാമ്പലിപ്പ് അവിടെ പോയി, 22 വയസ്സുള്ള ചെറിയാമ്പലിപ്പ് പോയി. അത് വീക്ഷണത്തിൽ നിന്ന് ചെറിയാമ്പലിപ്പിന്റെ അനുമതിയോടുകൂടി ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞുള്ള VK വാസുദേവൻ നായർ, എനിക്കത് വലിയ ബഹുമാനമാണ്. പക്ഷേ ഈ യൂസ് ദ വേർഡ് എന്താ പറഞ്ഞിട്ടുള്ളതെന്നറിയോ? അന്ന് തീരുമാനിച്ച ഈ ഐക്യം ദേശീയമായിട്ട് സ്വീകരിച്ചത് ഞങ്ങൾക്ക് നഷ്ടക്കച്ചവടമായിരുന്നു. നഷ്ടക്കച്ചവടം. ഈസ് ഇറ്റ് പൊളിറ്റിക്സ് ഈസ് എ ട്രേഡ്? This is all happened in our state. അത് കഴിഞ്ഞിട്ടുള്ളത് അരങ്ങൽ ശ്രീധരൻ, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പി പരമേശ്വർജി, TV ഈശ്വരവാരൻ. കാലമെല്ലാത്തിനും തിരിച്ചെഴുതുന്നു. എനിക്ക് മോശമാക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആരാണ് പുത്രദുഃഖത്താലും പുത്രി ദുഃഖത്താലും മക്കളെ കാണാൻ പറ്റാതെ കോഴിക്കോട്ടേക്ക് മകൻ്റെ വീട്ടിലേക്ക് ചെന്നപ്പം ഉണ്ടായ രാഷ്ട്രീയ സംഭവം ഞാൻ പറയുന്നില്ല. അവരെ എടുക്കാൻ തീരുമാനിച്ച ഒരാളെ എടുക്കണ്ടെന്നുള്ള നിലപാടിൽ ഒരു മോള്, പുത്രദുഃഖത്താലും പുത്രി ദുഃഖത്താലും ആരെങ്കിലും ആൾ മരിച്ചെങ്കിൽ അത് ഈശ്വരവാരുടെ ശാപമാണ്. എൻ്റെ മകനെ പെരുമഴയത്ത് നിർത്തിയിരിക്കുകയാണ്, അനുഭവിക്കും എന്ന് പറഞ്ഞത് കാലം തിരിച്ചടി നൽകി. ഇത് ദത്താത്രാവിൻ്റെ അടുത്ത് അതിലേക്ക് പോകുന്നില്ല. ഇതൊന്നും എന്തുകൊണ്ട് വന്നില്ല? ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ചെറുപ്പക്കാരനായ MLA 20 മാസം ജയിലിൽ കിടന്ന് തിരിച്ചു വന്ന് മാർച്ച് 24-ന് അന്നത്തെ 77 മാർച്ച് 24-ന് അസംബ്ലിയിൽ വന്നതെന്ന 30-ാം തീയതിയാണ്, ഒരാഴ്ച കഴിഞ്ഞാണ്. ആരാ ഇതിനു വേണ്ടി പൊരുതിയ ഒരു സംഘടനയുടെ പേര് പറയാം. കേരളത്തിൽ അന്ന് ഇത് നിയമവിരുദ്ധമാണ്, ഞങ്ങൾ കാമ്പ്യൻ മോഡലിൽ സമരം ചെയ്യും, ഈ അനീതിക്കെതിരെയുള്ള പോരാട്ടം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ 8000 ആളുകൾ പല ഘട്ടങ്ങളിലായി 3 മാസങ്ങളിലായി രാമപിള്ള സാറിൻ്റെ, അദ്ദേഹം സെക്രട്ടറി ആയിരുന്ന പ്രസ്ഥാനത്തിൻ്റെ നട്ടെല്ലാം RSS ആയിരുന്നു. 8000 ആളെ പോയത് കേരളത്തിൽ വാർത്തയാക്കാത്ത മാധ്യമങ്ങളോട് 5 വീക്കിലികൾ ഇപ്പം
അടിയന്തരാവസ്ഥയെ പറ്റി ഇറക്കിയിട്ടുണ്ട്, സ്പെഷ്യൽ പതിപ്പുകൾ പോലെ 5-6 ലേഖനം. ഒന്നിൽ പോലും ഈ 8000 ആളുകൾ ഇത് മാറുന്നവർ സമരം ചെയ്യും, ജയിലിൽ കിടക്കും, അടി വാങ്ങും എന്ന് പറഞ്ഞുകൊണ്ട് പോയത് ഒരു വാക്കില്ലെങ്കിൽ എന്ത് പത്രസ്വാതന്ത്ര്യം, എന്ത് പത്രധർമ്മം? വികാരബന്ധനായി ഞാൻ പറയുന്നത് ഞാനൊക്കെ അതിന്റെ ഭാഗമായിരുന്നുകൊണ്ടാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത് പറഞ്ഞിട്ട് മറുപടി പറയാൻ ആരും ഉണ്ടായില്ല. മൗനം കുറ്റകരമാകുന്ന നിമിഷങ്ങളിലൂടെയാണ് പ്രസ്ഥാനങ്ങൾ കടന്നു പോകുന്നത്. We will do justice to the people. Who is supreme? The question honorable judges are here. Who is supreme? Under Article 395, why it is introduced? Our constitutional assembly members are vigilant about that. British Constitution, British Parliament given us freedom. 395 is a repealing provision. Repealing of what? Repealing of the Freedom Act. Aryan sir, if Act is repealed, then what is the question of subsequent laws, notifications or rules? I don't want to go to that, sir. Why our constitutional assembly members taken such a stand? Because they did it. Otherwise, our freedom would be depicted as a gift of Britain that we don't want. And instead of that, then thereafter, first word in the Constitution, who is the owner of this? British we have repealed. We the people. So governors are not supreme. Chief ministers are not supreme. The people of India, our citizens, irrespective of caste, creed or whatever it may be, or political party, this is a concept of our constitution. അത് വന്നപ്പോഴാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം പറഞ്ഞപ്പോൾ അത് ഓർക്കേണ്ടതായിരുന്നില്ലേ? ഞാൻ സമയം എടുക്കുന്നത് ഇവരുടെ സമയം എടുക്കാന്ന് വെച്ചാൽ ദോഷമാണ്. ഇതിൽ ഞാൻ വൈകാരികമായി പറഞ്ഞു പോവുകയാണ്. സാർ ചോദിച്ചൊരു ചോദ്യം, എൻ്റെ ഈ പുസ്തകത്തിലെ ഈ പുതിയ എഡിഷൻ മാത്രമേ ഇറക്കിനകത്ത് ഒരു ചാപ്റ്റർ ഞാൻ പോയി ഗവർണർ സ്ഥാനമൊക്കെ മാറ്റി വെച്ചിട്ട് മാർത്തോമാസഭയുടെ ആസ്ഥാനത്ത് പോയി ഞാൻ രേഖകളെല്ലാം കളക്ട് ചെയ്തു. ഇന്ത്യയിലെ ഏത് റിലീജിയസ് സ്ഥാപനങ്ങളാണ് അടിയന്തരാവസ്ഥ തെറ്റാണെന്ന് ചങ്കൂറ്റത്തോടെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പറയുമെന്ന് പറഞ്ഞു? കേരളത്തിലെ മാർത്തോമാസഭ ഏതെങ്കിലും രേഖകളുണ്ടോ? അന്നത്തെ മാർത്തോമാസഭയുടെ അധ്യക്ഷൻ ബാംഗ്ലൂരിൽ പോയി ഇന്ദിരാഗാന്ധിയെ കണ്ടു. അദ്ദേഹം നെഹ്റുവിന്റെ മകൾ എന്നുള്ള നിലയിൽ മകളെന്ന നിലയിൽ അഭിനന്ദിച്ചു. സാമ്പത്തികവും മറ്റു നയങ്ങളും ഒക്കെ ഞങ്ങൾ എതിരല്ല. പക്ഷേ പൗരന്റെ സ്വാതന്ത്ര്യത്തെ കടിഞ്ഞാണിടുന്നത് നിങ്ങൾ മാറ്റണമെന്ന് പ്രധാനമന്ത്രിയുടെ മുഖത്ത് നോക്കി, ഇന്ദിരാഗാന്ധിയുടെ മുഖത്ത് നോക്കി ഡയറക്ട്ലി ഡോക്ടർ എം തോമസ് ഉണ്ടായിരുന്നു കൂടെ. മോഹനേട്ടനൊക്കെ പഴയ പത്രപ്രവർത്തകരാണല്ലോ, ഓർമ്മയിലുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് ചോദിച്ചിട്ട് വന്ന് ഒരാഴ്ചക്കുള്ളിൽ അദ്ദേഹം അവിടെ ബാംഗ്ലൂർ പ്രസംഗവും നടത്തി പരസ്യമായിട്ട്. തിരുവല്ലയിലും പ്രസംഗം നടത്തി. ദെൻ വാട്ട് ഹാപ്പൻ? മലയാളികളായി നമുക്കറിയോ? അവിടെ തിരിച്ചു വന്നിട്ട് ഒരാഴ്ചക്കുള്ളിൽ സെൻട്രൽ ഇന്റലിജൻസും പോലീസും എത്തി, നിങ്ങളുടെ മെമ്മോറാണ്ടം പിൻവലിക്കണം, യു ലെറ്റ് അപ്പോളജൈസ്. സാറ് പറഞ്ഞല്ലോ അതിരുകളിലും ചുവരുകളിലും ഒക്കെയാണ് അന്നത്തെ നമ്മുടെ, ആരും കുറ്റപ്പെടുത്തുകയല്ല. അദ്ദേഹം തിരുവല്ല 3 യോഗം നടത്തി. അതിൽ തിരിച്ച് പോലീസുകാർ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവരുടെ അരമനയ്ക്കൊരു പേരുണ്ട്, ദെൻ റിപ്ലൈ വാസ്, പോലീസുകാരുടെ ഇന്റലിജൻസിന്റെ ഡയറക്ടർ ഉൾപ്പെടെ വന്നത്, ഏറ്റവും ഒരു സഭയുടെ അന്നത്തെ ഒരു പ്രധാന സഭയാണ് മാർത്തോമാ സഭ. അദ്ദേഹത്തിന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഓ അങ്ങനെയാണോ? ഈ അരവനെ കഴിഞ്ഞാലും ജയിലിൽ കഴിഞ്ഞാലും രണ്ടും ഒരുപോലാണെന്ന സ്ഥിതിയിൽ രാജ്യം എത്തിയിരിക്കുന്നതുകൊണ്ട് ഞാൻ ജയിലിൽ പോകോളാം, ഞാൻ പിൻവലിക്കില്ല. ഇത്തരം കാര്യങ്ങളെല്ലാം ഇവിടെ സമയം കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എനിക്ക് ഒരുപാട് കാര്യം പറയാനുണ്ട്. അത് പിന്നെ ഒരു ചർച്ച ചെയ്യാൻ പറ്റുമോ? കാരണം ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. AK ഗോപാലൻ എങ്ങനെ മരിച്ചു?
ഏതൊരു മാർക്സിസ്റ്റുകാരുടെ ഇതിലുണ്ടോ? AK ഗോപാലൻ ആരോഗ്യം നഷ്ടപ്പെട്ട അവസ്ഥയിലും അദ്ദേഹം പറഞ്ഞത് എന്താണ് എന്ന് ഞാൻ എന്തായാലും ഒരു 5 മിനിറ്റ് എടുക്കും. ഞാൻ എന്തായാലും അല്ല ഇത് പറയാറുന്ന പിന്നെ എനിക്ക് സമയം കിട്ടില്ല. AK ജിയുടെ ആഹ്വാനം അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തെ തുടർന്ന് AK ഗോപാലൻ കോഴിക്കോട് ജനങ്ങൾക്കും നൽകിയ പ്രസ്താവന ഇപ്രകാരമാണ്: ഇന്ത്യയിലെ അർദ്ധ ഫാസിസ്റ്റ് ഭരണകൂടം പൂർണ്ണ ഫാസിസത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്ത് ഒരു പെൺ ഹിറ്റ്ലർ പിറന്നിരിക്കുന്നു. എല്ലാ സ്വാതന്ത്ര്യം പോകാൻ പറഞ്ഞിട്ട് ഡീറ്റെയിൽസ് ഉണ്ട്. അതുകൊണ്ട് ഇതിനെതിരെ പൊരുതുക ആഹ്വാനം ചെയ്തു. പെരളശ്ശേരിയിൽ അദ്ദേഹം പോയപ്പം, പെരളശ്ശേരിയിൽ തൻ്റെ ഗ്രാമമാണ്, ജനങ്ങൾ കൂടി. AK ജിയുടെ സ്വഭാവം അനുസരിച്ച് അദ്ദേഹം പെട്ടെന്ന് പ്രസംഗിക്കാൻ വേണ്ടി ഹാൻഡ് മൈക്ക്, മറ്റേ മൈക്കിന് പെർമിഷൻ ഇല്ല, ഹാൻഡ് മൈക്കിൽ പ്രസംഗിക്കുമ്പോഴാണ് SI വന്നിട്ട് പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞ് മൈക്ക് പിടിക്കാൻ പറഞ്ഞപ്പോൾ അയാളുടെ സ്വദേശ ശൈലിയോട് രോഗിയുമാണ് ആ സമയത്ത്. അദ്ദേഹം മുന്നോട്ടാഞ്ഞ് ആ SI തള്ളി മാറ്റാൻ തോന്നിയപ്പോൾ ഈ കൊളാപ്സ്ഡ്. അവിടുന്ന് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നെ അദ്ദേഹത്തിന് ഒരിക്കലും പഴയ രീതിയിലേക്ക് എത്താൻ സാധിക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. ഇതാര് പറയുന്നു, എവിടെ പറയുന്നു, ഏത് രേഖയിലുണ്ട്? അതുകൊണ്ട് ഇദ്ദേഹം അന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയോട് ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുന്നു. സമരം ചെയ്തോ? ഒരു അജിറ്റേഷൻ നടത്തണ്ടെന്ന് തീരുമാനിച്ചത് എവിടെയാണെന്നുള്ളത് EMSന്റെ ആത്മകഥയിലുണ്ട്. EMSന്റെ ആത്മകഥയിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ചേർത്തത് 3 കോളേജിനകത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ സുന്ദരയായിരുന്നു സെക്രട്ടറി, അദ്ദേഹത്തെ മാറ്റിയിട്ട് EMS സെക്രട്ടറി ആയി കഴിഞ്ഞപ്പോൾ 2 സ്ഥലത്ത് കൂടി ഒന്നിച്ചു കൂടിയിട്ട് നിയമവിധേയമായി പ്രവർത്തിച്ചാൽ മതി, അടിയന്തരാവസ്ഥ അവസാനിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് തീരുമാനമെടുത്തു. ഒരു അഭിപ്രായ വ്യത്യാസം ഉള്ളിലുണ്ടായി. അത് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അങ്ങനെ മാപ്പ് അറിയിക്കാത്ത പിന്മാറ്റം നടത്തി. അത് എവിടെയാണെന്നുള്ളത് PK വാസവൻ നായർ അദ്ദേഹത്തിൻ്റെ എഴുതിയ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ അന്ന് ചേർന്ന 77 പാർട്ടി കോൺഗ്രസിൽ പട്ടിൻ്റെയിൽ CPI പറഞ്ഞു തെറ്റാന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മറ്റു അവിടെ നടന്ന ആ മീറ്റിങ്ങിൽ വെച്ച് അദ്ദേഹം തെറ്റായിപ്പോയി എന്ന് ഞങ്ങൾക്ക് തോന്നി. ഞങ്ങളത് പാർട്ടി കോൺഗ്രസ് പറഞ്ഞു. ഇത്രേ ഞാൻ പറയുന്നുള്ളൂ. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ ചിന്തിക്കുക. കാരണം കൂടാതെ അറസ്റ്റ് ചെയ്യാം, വിചാരണയില്ല, പ്രസ് സെൻസർഷിപ്പ്. എൻ്റെ പത്രസുഹൃത്തുക്കളെ ഞാൻ ചോദിക്കാം, മാതൃഭൂമിയോ മനോരമയോ ദേശാഭിമാനിയോ പത്രം അന്നത്തെ പൂർത്തിയാക്കി 11 മണിക്കോ 10:30 അതിൻ്റെ എഡീഷൻ അടിച്ചാൽ കളക്ടറേറ്റിൽ കൊണ്ടുപോയി സെൻസർഷിപ്പ് ഓഫീസർ ഒപ്പിടണം. ഒപ്പിട്ടാതെ ഒരു പത്രം പ്രസിദ്ധീകരിച്ചാൽ പിറ്റേ ദിവസം ആ പത്രാക്കൾ DIR അറസ്റ്റ് ചെയ്യപ്പെടും, മിസൈൽ അറസ്റ്റ് ചെയ്യപ്പെടും. ഗോയങ്ക മാത്രമാണ് അതിന് വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചത്. രാംനാഥ് ഗോയങ്ക വാസ് എ ഫൈറ്റർ. അപ്പം ഇങ്ങനെല്ലാം ചിന്തിക്കുമ്പോഴാണ് വാസ്തവത്തിൽ ഞാൻ പറയുന്നു, ചില മുദ്രാവാക്യത്തെ ചെറുപ്പക്കാരനായ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. AK ഗോപാലൻ താമസിക്കുന്ന രോഗബാധിതനായി തച്ച PK കുഞ്ഞിരാമൻ എന്ന് പറയുന്ന കുഞ്ഞിരാമേനൻ സാറിൻ്റെ വീട് തൊട്ടടുത്തുള്ള കുഞ്ഞിരാമൻ വീട്ടിലാണ്, ചാലപ്പുറം. അവിടുത്തെ അന്നത്തെ കേട്ട മുദ്രാവാക്യം ചരിത്രം രേഖപ്പെടുത്തിയത് ചെറിയാമ്പലി പതകത്തിൻ്റെ കാൽനൂറ്റാണ്ടിൽ എഴുതിയിട്ടുണ്ട്. കാലൻ വന്ന് വിളിച്ചിട്ടും എന്തേ കോവാല എന്നല്ല, കോവാല പോകാത്തതെന്ന് വിളിച്ചവരുണ്ട്. അവരും ഗാന്ധിയന്മാരാണ്. ഇതൊക്കെയാണ് നടക്കുന്നത്. സത്യത്തെ കണ്ടെത്താൻ ശ്രമിക്കുക. നമ്മുടെ എഴുത്തുകാർ അന്ന് പ്രതിഷേധിച്ച ആൾക്കാർ ഡോക്ടർ KN രാജ്, OV വിജയൻ, ഗോവിന്ദൻ, എൻ്റെ കഴുത്തോ സാറേ കഴുത്തോ എൻ്റെ കഴുത്തോ എഴുത്തോ, ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ പറഞ്ഞ് പുതിയ തലമുറ പഠിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ സാധിക്കേണ്ടതല്ലേ എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഒറ്റ വാക്ക് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. രണ്ടാമത്തെ പുസ്തകം പിന്നെ മറ്റേ പുസ്തകത്തിലെ ആളായിട്ട് അദ്ദേഹത്തെ പറ്റി ഒന്നും പറഞ്ഞില്ല കാര്യമായി. ഒരു രാജ്യത്തെ ഏറ്റവും വലിയ നികൃഷ്ടമായ പ്രവൃത്തി എന്താ? പുസ്തകങ്ങൾ നശിപ്പിക്കുന്നത്. പുസ്തകങ്ങൾ നശിപ്പിക്കുന്നതിന് ആനോഭദ്ര കഥോ എന്ന വിശ്വന്തക. Let noble thoughts come. This is the basic thought of our country. അവിടെ നിങ്ങൾക്കറിയാമോ,
ഷാ കമ്മീഷൻ 1 രൂപ ശമ്പളം വാങ്ങി സുപ്രീം കോടതിയുടെ പഴയ ചീഫ് ജസ്റ്റിസ് 1 rupees per month salary. 47,000 complaints were received. Every day that retired Chief Justice of India spent 16 to 18 hours per day for preparing this. And according to me, if it is placed before the parliament, the word used is laying to the parliament. അങ്ങനെ ഇതിനെപ്പറ്റി 47,000 ഇതെല്ലാം കഴിഞ്ഞ് എല്ലായിടത്തും പോയി. ശ്രീമതി ഗാന്ധി പറഞ്ഞു, I want to make a statement. That statement also included in the Shah Commission report. ആ ഷാ കമ്മീഷൻ റിപ്പോർട്ട് 80-ന് ശേഷം നഷ്ടപ്പെട്ടു പോയി എന്ന് അന്നത്തെ പത്രങ്ങൾ 2010 പറഞ്ഞു. എല്ലാം നശിപ്പിച്ചു. സത്യത്തെ കുഴിച്ചുകൊണ്ടുള്ള നശിപ്പിക്കലുമാണോ ധാർമ്മികത നിയമപരമായി ചെയ്യേണ്ടതെന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ഈ രാജ്യം ശ്രമിച്ചില്ല എന്നുള്ളത് എൻ്റെ മനസ്സിൽ എന്നത്തെയും നൊമ്പരമായി നിൽക്കുകയാണ്. ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ എഴുതി, ഫ്രണ്ട് ലൈനെ നശിപ്പിച്ചു, ഒരു കോപ്പിയില്ല എന്ന് എഴുതി. ഇന്ത്യൻ എക്സ്പ്രസ് ഒരു കോപ്പിയില്ല എന്ന് പറഞ്ഞത്, ദ വീക്ക് ഒരു കോപ്പിയില്ല എന്ന് പറഞ്ഞത് 2010 വിക്കിപീഡിയ, ഓൾ സോ മെനി തിങ്സ് ആർ ദേർ. എന്ത് ബോധമുണ്ടാക്കി ഇന്ത്യയിൽ ജനങ്ങൾ? ഇതൊക്കെ വളരെ ക്രൂരമാണ്. വിദേശികൾ ചോദിക്കുന്നു, കോമാർ സാർ എന്താ പറഞ്ഞത്, വിദേശികൾ ചോദിക്കുന്നു, ഇത് നിങ്ങൾ മറന്നോ? ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യത്തിന് സംരക്ഷിക്കാനുള്ള ഭരണഘടന ഉപയോഗിച്ചുകൊണ്ട് ഏകാധിപത്യം കൊണ്ടിരുന്നതിനെ പൊരുതിയ ചരിത്രമുള്ളവരാണ്. വാഷിങ്ടൺ പോസ്റ്റ് HR ഖന്നയുടെ മെമ്മറിക്ക് വേണ്ടി ഒരു മോണിമെന്റ് ഉണ്ടാവണം എന്ന് എഴുതാനിടയായത്. കാട്ടുജാതിക്കാരെ പോലെ ജീവിക്കുന്നവരെന്ന് പറഞ്ഞ് നമ്മളെ 77 ശേഷമാണ് അങ്ങനെയല്ല എന്ന് പറഞ്ഞത്. ഒരുപാട് കാര്യമുണ്ട്. എന്തുകൊണ്ട് അടിയന്തരാവസ്ഥയിൽ മലയാളി എന്തുകൊണ്ട് വോട്ടിയില്ല? മലയാളി മാത്രമല്ല 235 സീറ്റുണ്ട് പശുബലത്തിൽ. നമ്മൾ ഉച്ചയ്ക്കല്ല പശുബലത്ത് 1971 തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ ഭരിച്ചിരുന്ന ആ നേതാവിന് 235 സീറ്റുള്ളതിൽ 228 കൊടുത്തു. ആ ആളുകൾക്ക് ബോധമുണ്ട്, അവബോധമുണ്ട്. അതുകൊണ്ടാണ് 77 തെരഞ്ഞെടുപ്പിൽ ആ 228 കിട്ടിയ സ്ഥാനത്ത് 2 സീറ്റ് മാത്രം കൊടുത്തുകൊണ്ട് ഉത്തർപ്രദേശും മധ്യപ്രദേശും, നമ്മൾ പറയാമല്ലോ വിവരമില്ലാത്തവരല്ല, അതാണ് നമ്മുടെ ഒരു വലിയ അഭിമാനബോധം. ഇവിടെ 20 കൊടുത്തല്ലേ കർണാടക എഴുതിയിരിക്കുന്നത്. കർണാടകത്തിൽ 28 സീറ്റിൽ 26 കൊടുത്തു. തമിഴ്നാട്ടിൽ ADMKയും ഇതും കൂടെ ചേർന്നിട്ട് 39-ൽ 33 കൊടുത്തു. ആന്ധ്രാപ്രദേശ് 41-ൽ 38-39 കൊടുത്തു. എൻ്റെയും നമ്മുടെ കേരള ഗവർണറുടെയും ഗോവയും സീറ്റ് കൊടുത്തു. അതേസമയത്ത് മറ്റൊരു 228 അടിച്ച് താഴ്ത്തിയത് കൊണ്ടാണ് ജനാധിപത്യം തിരിച്ചു കിട്ടിയത് 27 എന്നുള്ളത് എൻ്റെ മലയാളി സുഹൃത്തുക്കളെ ഓർമ്മിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ഈ പുസ്തകങ്ങൾക്കെല്ലാം എനിക്ക് അവസരം തന്നെ നന്ദി രേഖപ്പെടുത്തുന്നു. വിജിലിനോട് എൻ്റെ ഒരു അഭ്യർത്ഥന, എൻ്റെ ഈ 3 പുസ്തകങ്ങളും കൂടി ചർച്ചാ വിഷയമാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അനുകൂലമുള്ളവരും പ്രതികൂലമായിട്ടും വിളിക്കാമല്ലോ.